സോ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പ്ലേറ്റോണിക് ലവ് പ്ലേറ്റോ പറഞ്ഞിട്ടുള്ളതല്ലാത്തത്. അതായത് പ്ലേറ്റോണിക് ലവ് എന്ന കോൺസെപ്റ്റ് സ്വാഭാവികമായിട്ട് ഒറിജിനേറ്റ് ചെയ്തത് പ്ലേറ്റോയുടെ ഫിലോസഫിയിൽ നിന്നാണ്, പെർട്ടിക്കുലർലി ഇൻ ഹിസ് ഡയലോഗ് സിംപോസിയം ആൻഡ് ഫീഡ്രസ്. ഇതിൽ പ്ലേറ്റോ പറഞ്ഞത് ലവ് എന്ന് പറയുന്നത് ഒരു ലാഡർ പോലെയാണെന്നാണ്. ഇതിൽ നമുക്ക് ഒരാളോട് തോന്നുന്ന ഫിസിക്കൽ അട്രാക്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിന് ശേഷം ഒരു ലാഡർ എന്ന പോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് അവരുടെ ക്യാരക്ടറിനെയും സോളിനെയൊക്കെ ലവ് ചെയ്യുന്നു. പിന്നീട് ആ ഒരു ഇൻഡിവിജ്വലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകത്തിന്റെ സൗന്ദര്യം, ചുറ്റുപാടുകളെല്ലാം ഇഷ്ടപ്പെടുന്നു. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ ബ്യൂട്ടി എന്ന കോൺസെപ്റ്റിനോട് തന്നെ നമുക്ക് ലവ് തോന്നുന്നു. ഫെയ്ഡ്രസിൽ അദ്ദേഹം ലവിനെ ഒരു ഡിവൈൻ മാഡ്നസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ ഒരാളെ പ്രണയിക്കുന്നത് പോലെ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറുന്നു. എന്നാൽ റിനൈസൻസ് കാലഘട്ടത്തിൽ ഈ ഒരു ഐഡിയക്ക് ചെറിയ മാറ്റം സംഭവിച്ചു. ഈ ഒരു സമയത്ത് സെക്ഷൽ അല്ലാത്ത ക്ലോസ് അഫെക്ഷനേറ്റഡ് റിലേഷൻഷിപ്പിനെയാണ് അവർ പ്ലേറ്റോണിക് ലവ് എന്ന് വിളിച്ചത്. പ്ലേറ്റോ പറഞ്ഞ ലവിൽ സെക്ഷൽ അട്രാക്ഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ ഇതിൽ അങ്ങനെ ഒരു സ്റ്റെപ്പേ ഇല്ല. മെർസീലിയോ ഫിച്ചിനോ ആണ് പ്ലേറ്റോണിക് ലവിന് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു മീനിങ് കൊടുത്തത്. എന്നാൽ മോഡേൺ സമയത്ത് ഈ ഒരു ഐഡിയ വീണ്ടും മാറി. ഇപ്പോൾ നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന, പരസ്പരം കെയർ ചെയ്യുന്ന, സെക്ഷൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ക്ലോസ് ഫ്രണ്ട്ഷിപ്പിനെയാണ് പ്ലേറ്റോണിക് ലവ് എന്ന് വിളിക്കുന്നത്. പ്ലേറ്റോയ്ക്ക് ലവ് ട്രൂത്തിലോട്ടും ഡിവൈനിലോട്ടും ഉള്ള ഒരു പാത്തായിരുന്നുവെങ്കിൽ ഇന്ന് ഫ്രണ്ട്ഷിപ്പും റൊമാൻറ്റിക് റിലേഷൻഷിപ്പും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡ് മാത്രമായി പ്ലേറ്റോണിക് ലവ്.